മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നും കരുണ ഗർഭിണിയല്ല എന്നുള്ള വിവരം അറിയുന്നുണ്ട്. അതിനുശേഷം കരുണയ്ക്ക് മരുന്ന് കൊടുക്കാൻ പോകുമ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്ക് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് നടു റോഡിൽ തന്നെ കരുണയാണെങ്കിൽ വണ്ടി നിർത്തിക്കുന്നുണ്ട് ഉണ്ണിയെ കൊണ്ട്. എന്നിട്ട് ഉണ്ണിയാണെങ്കിൽ കരുണയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, നീ എന്തിനാ കരുണ ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ കരുണ ഉണ്ണിയുടെ മുഖം നോക്കി ഒരൊറ്റ അടി കൊടുക്കുന്നു. നിങ്ങളെന്നാലും എന്നെ ലക്ഷ്മി പോലെ കണക്കാക്കിയില്ലേ, ഞാനും അവിഹിത ഗർഭം ധരിച്ചിരിക്കുകയാണെന്നെല്ലാം നിങ്ങൾ എന്നെ അവിശ്വസിച്ചില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ണിയുടെ അടുത്ത് ചാടിക്കടിക്കുന്നു. അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംശയിച്ചതെന്നല്ല ഉണ്ണി പറയുമ്പോൾ നിൻ്റെ അമ്മ പറയുന്നത് കേട്ട് എന്നെ നീ സംശയിക്കാറായോടാ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഉണ്ണിയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുന്നുണ്ട്. സ്വന്തം ഭാര്യ ഇതുപോലെ സംശയിക്കുന്ന ഒരുത്തൻ്റെ കൂടെ എനിക്ക് ജീവിക്കേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ഉണ്ണിയുടെ മുന്നിൽ വളരെയേറെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് എന്നെ വീട്ടിലോട്ട് കൊണ്ടുവിടാനെല്ലാം പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോടുള്ള ദേഷ്യം തീർത്തില്ലേ, പിന്നെ എന്തിനാണ് ഇനി വീട്ടിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നുമില്ലാത്തവനാണ്, നീ ഇപ്പോഴും നിൻ്റെ ചേട്ടൻ്റെ ചിലവിൽ കഴിയുന്നവനാണ്, എനിക്കങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിഷ്ടം പോലെ സ്വത്തും മുതലൊക്കെ ഉണ്ട്, പിന്നെ നിൻ്റെ വായിൽ കിടക്കുന്നതൊന്നും കേട്ടോണ്ട് കിടക്കേണ്ട ഒരാവശ്യവുമില്ല, അതുകൊണ്ട് എന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിടാനായിട്ട് കരുണ നിർബന്ധിക്കുന്നുണ്ട് ഉണ്ണിയോട്. പിന്നീട് വീട്ടിലെത്തുന്ന കരുണയാണെങ്കിൽ ഉണ്ണിയെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നു. ഇത് കണ്ട് മോഹിനിയാണെങ്കിൽ കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാണ് മോളെ ഉണ്ണി മോനെ അങ്ങനെ പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ എല്ലാം കാരണം, നിങ്ങളെപ്പോലെ തന്നെയാണ് ലക്ഷ്മിയും, ലക്ഷ്മിയെ പോലെ തന്നെയാണ് ഞാനെന്നാണ് അയാൾ പറയുന്നത്. ഞാനൊരു വഴിവിഴിച്ചവളാണെന്നും അന്യൻ്റെ ഗർഭമാണ് എൻ്റെ വയറ്റിലുള്ളതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാൾ എന്നെ അപമാനിച്ചു, പിന്നെ ഞാൻ അയാളുടെ കൂടെ ജീവിക്കേണ്ട കാര്യം എന്തെന്നെല്ലാം ചോദിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ തുള്ളിച്ചാടുന്നുണ്ട്. ഇതിനെല്ലാം കാരണം നിങ്ങളും നിങ്ങളുടെ മൂത്ത മകളുമാണെന്നെല്ലാം മോഹിനിയെ കുറ്റപ്പെടുത്തുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ചെയ്തതിൻ്റെ ഒരു പാപം പോലും ഞാനും എൻ്റെ മോളും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും മുത്തശ്ശിയും എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കരുണ മോഹിനിയുടെ നേരെ ചാടുന്നു. കണ്ണൻ്റെയും ഉണ്ണിയുടെയും അച്ഛൻ്റെ ബുള്ളറ്റിൽ ടിപ്പറിടിപ്പിച്ചത് ആരാണെന്ന് നിനക്കറിയുമോ? നിൻ്റെ അച്ഛനാണെന്നും നിൻ്റെ അച്ഛനാണ് ലോറി കൊണ്ടുപോയി അവരുടെ ബുള്ളറ്റിൽ ഇടിപ്പിച്ചതെന്നും അതിനുശേഷമാണ് കണ്ണനിങ്ങനെ സ്വാധീനമില്ലാതെ ആയതെന്നെല്ലാം വെളിപ്പെടുത്തുകയാണ് മോഹിനി. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് മോഹിനി പറയുന്നുണ്ട്, അതിന് ദൃക്സാക്ഷിയായി എൻ്റെ മൂത്ത മകളായ മഹാലക്ഷ്മി അന്ന് കൂടെ ഉണ്ടായിരുന്നു, അവൾ കുട്ടിയായിരുന്നത് കൊണ്ടാണ് അന്ന് ഇതൊന്നും അറിയാതെ പോയത്, പക്ഷേ അവൾക്ക് വലുതായപ്പോൾ ഈ ഒരു സംഭവം എന്നോട് പറയുകയും ഞാനത് അറിയുകയും ചെയ്തു എന്നെല്ലാം മോഹിനി പറയുകയാണ്. പക്ഷേ ഇതൊന്നും കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാനായില്ല. അച്ഛനെയും മുത്തശ്ശിയും അവൾ അത്രത്തോളം വിശ്വസിച്ചിരുന്നു. മോഹിനി പറയുന്ന വാക്കുകളൊന്നും അവൾക്ക് വിശ്വസിക്കാനേ ആയില്ല. അങ്ങനെ മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വായിൽ നിന്ന് തന്നെ വേണം എനിക്കിതറിയാൻ, എന്നാൽ മാത്രമേ ഞാനിത് വിശ്വസിക്കുകയുള്ളൂ എന്നെല്ലാം കരുണ പറയുന്നുണ്ട് മോഹിനിയോട്. പിന്നീട് കമലേശ്വരത്ത് എത്തുന്ന ഉണ്ണിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ണിയുടെ വരവിനായി കാത്തിരിക്കുന്ന ദുർഗയാണെങ്കിൽ ഉണ്ണിയെ കാണുന്നതും വേഗം ഓടിച്ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണിയാണെങ്കിൽ കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, മോനെ അവൾ എവിടെ പോയെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ഉണ്ണിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ തന്നെ ആകെ നിൽക്കുകയാണ്. നിന്നോടല്ലേ ചോദിച്ചത്, അവൾ എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി പറയുന്ന സംഭവങ്ങളെല്ലാം പറയുന്നു. ഇത് കേട്ട് ഉണ്ണിയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് ദുർഗ. ഏതൊരു ഭാര്യയാടാ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ നിൻ്റെ മുഖത്ത് നോക്കി അടിക്കാതിരിക്കുക, ഈ ഞാനാണെങ്കിൽ പോലും അത് തന്നെയേ ചെയ്യുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ കുറ്റപ്പെടുത്തുന്നു. നീ എന്ത് മനുഷ്യനാണ്, നീ എന്തിനാണ് അവളോട് അങ്ങനെ പെരുമാറിയത്, ഇനി ഒരിക്കലും നിൻ്റെ കൂടെ അവൾ ജീവിക്കില്ല, ഇനി എങ്ങനെയാണ് മോളെ തിരിച്ചു കൊണ്ടുവരാൻ ഇനി പോകുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഉണ്ണിയുടെ നേരെ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് ദുർഗ. ഇത് കേട്ട ഉണ്ണി പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അമ്മയല്ലേ പറഞ്ഞത് അവൾക്ക് വിശേഷമുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംശയിച്ചതെന്ന് പറയുമ്പോൾ നീ ഇനി ഒന്നും പറയണ്ട, മോളുടെ അടുത്ത് പോയി ഇനി എന്ത് പറഞ്ഞാലാണ് അവൾ തിരിച്ചു വരിക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ആകെ വേവലാതി പിടിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും അടുത്തോട്ടായിട്ട് കരുണ പോകുന്നുണ്ട്. അതേസമയം പ്രതാപൻ്റെ മുറിയിലാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഭയക്കുന്നു. മാർക്കോയായിരിക്കും വന്നിരിക്കുന്നതെന്ന് പേടിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശി വാതിൽ തുറക്കുമ്പോൾ അവിടെ കരുണയാണ് കാണുന്നത്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ എന്താണ് ഇപ്പോൾ ഇവിടെ വന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ കരുണയെ അകത്തോട്ട് വിളിക്കുന്നു. കരുണയാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിൽ തന്നെയാണ് അകത്തോട്ട് കയറുന്നത്. ഇത് കണ്ട് പ്രതാപനും മുത്തശ്ശിക്കും ചെറിയൊരു സംശയം ഉണ്ടാകുന്നു. എനിക്കൊരു കാര്യം അറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്ത് കാര്യമാണ് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതാപനോട് മുത്തശ്ശിയോടായിട്ട് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ഇത് കേട്ട് ആകെ വല്ലാതെയാകുന്നുണ്ട്. അങ്ങനെ അച്ഛൻ എന്നോട് സത്യം പറഞ്ഞാൽ മാത്രമേ ഞാനത് വിശ്വസിക്കുകയുള്ളൂ, അല്ലാതെ അമ്മ പറഞ്ഞതുകൊണ്ടൊന്നും ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിവർത്തിയില്ലാതെ പ്രതാപൻ ആ കാര്യങ്ങളെല്ലാം കരുണയോടായിട്ട് പറയുന്നു.
ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഇത്രയും നാൾ അച്ഛൻ എന്താണ് എന്നോട് ഇത് പറയാതിരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ട് വല്ലാതെ ഭയപ്പെട്ട് തന്നെ നിൽക്കുകയാണ് മുത്തശ്ശി. ഇനി എന്താണോ ഇവളുടെ അടുത്തു നിന്നും വരാൻ പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.